സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അടിമുടി മാറുകയാണ്. ലോകം സാങ്കേതികമായി കുതിപ്പ് നടത്തുമ്പോൾ തട്ടിപ്പ് സംഘങ്ങളും ലഹരി മാഫിയയും ഓൺലൈൻ ഇന്റർനെറ്റ് സംവിധാനങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത്. ലോൺ ആപ്പിലും ഓൺലൈൻ തട്ടിപ്പിലും കുടുങ്ങി പണം നഷ്ടപ്പെടുന്നവരിൽ കൂടുതലും മലയാളികളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വ്യാപകമാകുന്നതോടെ വരുന്നാളുകൾ നമ്മൾ ജാഗ്രതയോടെ കരുതണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സൈബർ കുറ്റകൃത്യങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടന്ന വർഷമായിരുന്നു 2023. 201 കോടി രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്ക് പണം നഷ്ടമായി. ട്രേഡിംഗ് ഇടപാടിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് നഷ്ടമായ 74 കോടി രൂപയും ഇതിൽ പെടുന്നു. ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ള 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തു. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്ത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾക്ക് തുടക്കമിടുന്നത്. ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു. തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിത ലാഭം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുകയും വൻതുക നിക്ഷേപമായി നൽകാൻ തയ്യാറാവുകയും ചെയ്യും. നിക്ഷേപിച്ച തുകയുടെ 2-3 ഇരട്ടി ലാഭവിഹിതമായി ലഭിച്ചതായി വെബ്സൈറ്റിൽ അറിയിപ്പ് കിട്ടുന്നതാണ് അടുത്ത പടി. ഈ തുക പിൻവലിക്കണമെന്ന് ഇരകൾ ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ മുതലും ലാഭവിഹിതവും പിൻവലിക്കാൻ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇരകളെ പ്രേരിപ്പിക്കുന്നു. എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് 2,60,00,000 രൂപയും എറണാകുളം ആലുവ സ്വദേശിയിൽ നിന്ന് 1,10,00,000 രൂപയും കോഴിക്കോട് ആലപ്പുഴ സ്വദേശികളിൽ നിന്ന് 50 ലക്ഷം രൂപയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ അപഹരിച്ചു. പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതാണ് കേരള പോലീസ് നേരിടുന്ന പ്രധാന പ്രശ്നം. പണം നഷ്ടമായി 2 മണിക്കൂറിനുള്ളിൽ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരമറിയിച്ചാൽ പണം തിരികെ പിടിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെയാണ്. എന്നാൽ പലപ്പോഴും പണം നിക്ഷേപിച്ച് 10 ദിവസം വരെ കഴിഞ്ഞാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. ഇതിനാൽ തട്ടിപ്പുകാർക്ക് തുക പിൻവലിക്കുന്നതിനാവശ്യമായ സമയം ലഭിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തട്ടിപ്പുകാരികളായ ഒരമ്മയും മകളെയും കുറിച്ചുള്ള വാർത്തയാണിനി. മൂവാറ്റുപുഴയിൽ ആയുർവേദ ചികിത്സയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയത് തൃക്കരിയൂർ സ്വദേശിനി രാജശ്രീയും മകൾ ലക്ഷ്മി നായരും ചേർന്നാണ്. കേസിൽ പോത്താനിക്കാട് പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴയിലെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ദ്രോണി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ലക്ഷങ്ങൾ തട്ടിച്ചെടുത്തത്. മൂവാറ്റുപുഴയിലെ ദ്രോണി എന്ന ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ 2021 മുതൽ അക്കൗണ്ട്സ് കം സെയിൽസിൽ ജോലി ചെയ്തു വരികയായിരുന്നു രാജശ്രീ. ഇക്കാലയളവിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന തുകയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. സ്ഥാപനത്തിലെ പണം രാജശ്രീയുടെയും മകൾ ലക്ഷ്മി നായരുടെയും അക്കൗണ്ടിലേക്കാണ് മാറ്റിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പ് ഉടമസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പുറത്തു വന്നത്. ആയുർവേദ ഉപകരണങ്ങൾ വാങ്ങിയവർ രാജശ്രീ പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. ഇങ്ങനെ നിരവധി പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്.
ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. രാജശ്രീയെയും മകളെയും മൂവാറ്റുപുഴയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ മറ്റിടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. നമ്മളൊക്കെ സാധാരണ ഒരു തട്ടിപ്പിന് ഇരകളായാൽ പോലീസിനെ സമീപിക്കുന്നതാണ് പതിവ്. കൊല്ലം കൊട്ടാരക്കരയിലെ സോജിത്ത് തട്ടിച്ചെടുത്ത പണം തിരികെ കിട്ടാൻ നിരാഹാര സമരത്തിലാണ്. പണം തട്ടിയെടുത്തയാളുടെ വീടിന് മുന്നിലാണ് സോജിത്ത് കുടുംബസമേതം സത്യാഗ്രഹം കിടക്കുന്നത്. വിളക്കുപാറ സ്വദേശി സുബൈർ 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഇരു കാലുകളും തളർന്ന് കിടപ്പിലായ സോജിത്ത് ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് സമരമാർഗവുമായി രംഗത്തിറങ്ങിയത്. കിടപ്പാടം നഷ്ടപ്പെട്ട സോജിത്തും ഭാര്യയും 2 മക്കളുമാണ് സമരം ചെയ്തത്. വിളക്കുപാറ സ്വദേശി സുബൈർ ഇവരെ വഞ്ചിച്ച് 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സോജിത്ത് വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് 16 വർഷമായി ചികിത്സയിലാണ്. 7 ബസ്സുകളുള്ള സുബൈർ 2020-ൽ സോജിത്തിനെയും കുടുംബത്തെയും സമീപിച്ച് ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു 26 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. മരുന്നുൽപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നത് എന്ന് കാട്ടി 20 ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി. ബാക്കി 6 ലക്ഷം 10 ദിവസത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് 2 ദിവസത്തിന് ശേഷം എത്തിയ സുബൈർ മെഷീനറികൾക്ക് വലിയ വിലയാണെന്നും 20 ലക്ഷം രൂപ നൽകിയാൽ ഉടനെ ഒന്നിച്ച് തിരിച്ചു നൽകാമെന്നും പറഞ്ഞു. കൂടാതെ മാസം മരുന്ന് വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനം നൽകി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബൈറിനെതിരെ സോജിത്ത് പരാതി നൽകി. 3 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് രേഖാമൂലം സുബൈർ ഉറപ്പു നൽകി. എന്നാൽ പണം നൽകാതെ സുബൈറും കുടുംബവും വിളക്കുപാറയിൽ നിന്ന് മുങ്ങുകയായിരുന്നുവെന്നാണ് ആരോപണം. ഞങ്ങൾക്കൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത് മൊത്തം. അപ്പൊ ഇവിടെ കിടന്ന വിക്രമസഭ ഇതുപോലെ പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 8000 രൂപ ഞങ്ങൾ വാങ്ങിച്ചു തരാം, ചിലവിന് അങ്ങോട്ട് നിങ്ങളൊരു വാടക വീടോ എന്തെങ്കിലും എടുത്തങ്ങോട്ട് നില്ല്, ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ അതിന് പൈസ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം വന്നില്ല. ഞങ്ങൾ എപ്പോൾ വന്നാലും ഇപ്പൊ മുങ്ങിക്കളയുക ചെയ്യുന്നു സാധാരണ. അങ്ങനെ ഞങ്ങള് അങ്ങ് പോയിട്ട് ഇവനെ വിളിച്ചില്ല. പൈസ കാര്യത്തിൽ വിക്രമസഭ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. പുള്ളിയെ വിളിച്ചാൽ പുള്ളി പറയുന്നത് ഏതവനാണ് പറഞ്ഞു വെച്ചാൽ അവന്റെ പോയി അടിച്ചോളൂ. സുബൈർ എന്റെ കൂടെ വന്ന സ്ഥലം കൊണ്ട് കാണിച്ച എന്റെ അടുത്ത് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തോണ്ടാ 10 ദിവസം ഏർപ്പാടല്ലേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ അഡ്വാൻസ് കൊടുത്തില്ല. ഈ പുള്ളി ഈ പൈസ മേടിച്ചോണ്ട് പോയി അവിടെ പോയിട്ട് ആ സ്ഥലം കൂടെ വിറ്റ് പൈസ എടുത്ത് വലിക്കും. എസ് സാർ ഒന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ച സമയത്ത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് പൈസ തരാനില്ല, അല്ലെന്നുണ്ടെങ്കിൽ തരാനുണ്ടെങ്കിൽ ഞങ്ങൾ കോടതി മുഖേന മേടിച്ചു, കാരണം കോടതിയിൽ കയറി ഇറങ്ങി എന്നാ പറഞ്ഞത്. 1 വർഷം മുമ്പ് കടയ്ക്കലിൽ സുബൈർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ് സോജിത്തും കുടുംബവും ഇവിടെ എത്തി. അന്ന് കടയ്ക്കലിലെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഉടൻ പണം നൽകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സോജിത്തും കുടുംബവും മടങ്ങിപ്പോയി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സുബൈർ പണം നൽകാതെ ഒളിവിൽ പോവുകയായിരുന്നു. പുതിയൊരു ബസ് കൂടി ഇയാൾ നിരത്തിലിറക്കിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലാണെന്ന് പറയപ്പെടുന്നു. നയാ പൈസ നൽകിയില്ലെന്നാണ് സുബൈർ ഇപ്പോൾ പറയുന്നതെന്നും നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും സോജിത്തും കുടുംബവും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരി ഇടപാടുകളുടെ ഇടനാഴിയായി മാറുകയാണ് കൊച്ചി നഗരം. രാജ്യാന്തര ബന്ധമുള്ള മാഫിയകളാണ് കൊച്ചിയിലേക്ക് MDMA, LSD ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ എത്തിക്കുന്നത്. ഡാർക്ക് നെറ്റ് വഴി കോടികളുടെ ലഹരി ഇടപാട് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചിയിൽ നിന്ന് 7 അംഗ സംഘത്തെ NCB പിടികൂടിയത്. കഴിഞ്ഞ ദിവസം LSD സ്റ്റാമ്പുകളും ഹാഷിഷ് ഓയിലുമായി പിടിയിലായ 7 അംഗ സംഘത്തിൽ നിന്നാണ് രാജ്യാന്തര ബന്ധമുള്ള ലഹരി മാഫിയെക്കുറിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചത്. ഡാർക്ക് നെറ്റ് വഴി കോടികളുടെ ഇടപാടുകൾ ഇവർ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ആലുവ ചെങ്ങമനാട് സ്വദേശി ശരത് പാറക്കലാണ് ലഹരി ഇടപാടുകളുടെ സൂത്രധാരൻ. 326 LSD സ്റ്റാമ്പുകളും 8 ഗ്രാം ഹാഷിഷ് ഓയിലും ഇവരിൽ നിന്നും പിടികൂടിയിരുന്നു.
ജർമ്മനിയിൽ നിന്നെത്തിയ പാഴ്സൽ സംബന്ധിച്ച അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. കൊച്ചിയിലെ വിദേശ പാഴ്സൽ ഓഫീസിൽ ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച പാഴ്സലിൽ 10 LSD സ്റ്റാമ്പുകൾ കണ്ടെത്തിയിരുന്നു. അഡ്രസ് പരിശോധിക്കവേ ശരത്തിന്റെ പേരും കണ്ടെത്തി. ശരത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 6 ഇടങ്ങളിൽ NCB വിവിധ ഏജൻസികളുടെ സഹായത്തോടെ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് LSD സ്റ്റാമ്പുകളും ഹാഷിഷ് ഓയിലും പിടികൂടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര ബന്ധമുള്ള ലഹരി സംഘങ്ങളിലേക്കും അന്വേഷണം ശക്തമാക്കാനാണ് NCBയുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ പാലത്തിന് സമീപം യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. ആറ്റിങ്ങൽ സ്വദേശി നിതീഷ് ചന്ദ്രനെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുൻ വൈരാഗ്യമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. സംഭവത്തിൽ മണനാക്ക് സ്വദേശി ഷാക്കിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാക്കിർ. ആക്രമണത്തിൽ നിതീഷിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. ആറ്റിങ്ങൽ, വർക്കല, കടക്കാവൂർ തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാക്കിർ. പ്രതിയുടെ 16ാമത്തെ വയസ്സിൽ കൊലപാതക കേസിൽ 10 വർഷത്തേക്ക് ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നു. പിടിയിലായ ഷാക്കിർ മണനാക്ക് ജംഗ്ഷനിലും ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. സംഭവ ദിവസം രാത്രി ഷാക്കിർ ഒരു ട്രാൻസ്ജെൻഡറുമായി സവാരി പോകുന്ന സമയത്ത് റോഡിൽ ബാർ ഹോട്ടലിന് മുന്നിൽ മദ്യലഹരിയിൽ നിന്നിരുന്ന നിതീഷ് ചന്ദ്രൻ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ട്രാൻസ്ജെൻഡർ നിർദ്ദേശിച്ചതനുസരിച്ച് ഓട്ടോറിക്ഷ നിർത്തുകയും നിതീഷ് ചന്ദ്രൻ അതിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷാക്കിർ എതിർത്തു. തുടർന്ന് നിതീഷ് ചന്ദ്രൻ ഷാക്കിറിന്റെ മുഖത്തിടിക്കുകയായിരുന്നു. തുടർന്ന് ട്രാൻസ്ജെൻഡറിനെ അടുത്ത ജംഗ്ഷനിലാക്കിയ ശേഷം ഓട്ടോയുമായി ഷാക്കിർ തിരികെ വരികയും നിതീഷ് അതറിയാതെ മറ്റൊരു ഓട്ടോ ആണെന്ന് കരുതി കയറുകയും ചെയ്തു. തുടർന്ന് പ്രതികാരമെന്നോണം പ്രതി നിതീഷ് ചന്ദ്രനെ ആളൊഴിഞ്ഞ ഭാഗമായ കൊല്ലമ്പുഴയ്ക്ക് സമീപമെത്തിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഉപേക്ഷിച്ചു. അവശനിലയിലായ നിതീഷ് പാലത്തിന് സമീപമുള്ള വീടുകളിൽ തട്ടി വിളിച്ചു. എന്നാൽ ആരും ശബ്ദം കേട്ടില്ല. തുടർന്ന് മറ്റൊരു വീടിന് മുന്നിൽ തളർന്നു വീണു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെ നടക്കാനിറങ്ങിയവർ വെട്ടേറ്റ് കിടന്നയാളെ കണ്ടു. കാര്യവട്ടം സ്വദേശിയായ നിതീഷ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പ്രതിയുടെ ഓട്ടോറിക്ഷ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഓട്ടോയിൽ നിന്ന് രക്തസാമ്പിളുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊയ്യോട് സ്വദേശി ഹർഷാദ് കർണാടകയിലേക്ക് കടന്നതായാണ് നിഗമനം. പ്രതി രക്ഷപ്പെട്ടത് കർണാടകയിൽ നിന്നെത്തിച്ച ബൈക്കിലാണെന്ന് കണ്ടെത്തി. ഹർഷാദ് ജയിലിൽ നിന്നും ആശയവിനിമയം നടത്തിയ ഫോൺ നമ്പറും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജയിൽ ചാട്ടത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ ലഹരി മരുന്ന് സംഘമെന്നാണ് പോലീസിന്റെ സംശയം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ തടവുപുള്ളി ഹർഷാദിനായി തെരച്ചിൽ ഊർജിതമാക്കി. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഹർഷാദിനെക്കുറിച്ച് കാര്യമായ സൂചന ലഭിച്ചിട്ടില്ല. ഇയാൾ കർണാടകയിലേക്ക് കടന്നതായാണ് നിഗമനം. ജയിൽ ചാടാനുള്ള എല്ലാ സഹായവും ചെയ്തു നൽകിയത് ലഹരിക്കടത്തു സംഘമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ ബൈക്കിൽ കയറിയാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തി. ഈ മാസം 9-ന് ജയിലിൽ ഹർഷാദിനെ കാണാനെത്തിയ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. ബൈക്കിലെത്തിയത് ഇയാളല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയിൽച്ചാട്ടം സംബന്ധിച്ച ആസൂത്രണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിച്ചു വരുന്നു.
വസ്ത്രത്തിൽ തന്നെയാണ് ഹർഷാദ് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 6:45 ജയിലിലേക്കുള്ള പത്രമെടുക്കാൻ ദേശീയപാതയോരത്തേക്ക് പോയ പ്രതി പെട്ടെന്ന് പടിക്കെട്ടുകൾ ചാടിയിറങ്ങി അവിടെ കാത്തുനിന്നിരുന്ന ബൈക്കിന് പിന്നിൽ കയറി കടന്നു കളയുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ച ഒരാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏറെ നേരം ജയിലിന് മുന്നിൽ കാത്തുനിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലഹരി മരുന്ന് കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് ഹർഷാദ് ജയിലിലെത്തിയത്. തടവുചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ എന്നതും പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ ഇപ്പോൾ പലയിടങ്ങളിലും നിരവധി ഇതര സംസ്ഥാനക്കാരെയും നാടോടികളെയും കാണാൻ കഴിയും. ഇവരിൽ ഭിക്ഷാടന മാഫിയയും കൊള്ള സംഘങ്ങളുമുണ്ട്. വയനാട്ടിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ വയോധികയുടെ സ്വർണ്ണമാല കവർന്നു മുങ്ങിയത് തമിഴ്നാട് സ്വദേശിനികളാണ്. കേസിൽ ചെങ്കൽപ്പെട്ട സ്വദേശിനികളായ ഇന്ദു, സരസ്വതി, സുധ എന്നിവരെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായത്. ഈ മാസം 12-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. കണിയാരം സ്വദേശിയായ 78 വയസ്സുള്ള തങ്കമ്മ എന്ന വയോധിക മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ തേടിയതിനു ശേഷം മടങ്ങുമ്പോഴാണ് മോഷണത്തിനിരയായത്. തങ്കമ്മയെ പിന്തുടർന്ന സ്ത്രീകൾ ഓട്ടോറിക്ഷയിൽ കയറുകയും 1.5 പവന്റെ മാല കവർന്ന ശേഷം യാത്രാമധ്യേ ഇറങ്ങുകയുമായിരുന്നു. മാല കാണാതായതോടെ തങ്കമ്മ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. ടൗണിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പ്രതികൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ആശുപത്രികളിലും ഉത്സവ പറമ്പുകളിലും മറ്റും വരുന്ന ഒറ്റപ്പെട്ട സ്ത്രീകളെ പരിചയപ്പെട്ട് അടുത്തിടപഴകിയ ശേഷം വീട്ടിൽ കൊണ്ടുവിടാമെന്ന വ്യാജേന ഓട്ടോറിക്ഷയിൽ കയറ്റി തന്ത്രപൂർവ്വം കവർച്ച നടത്തുകയാണ് പതിവ്. ആൾക്കൂട്ടത്തിനിടയിലും ബസ്സുകളിലും മറ്റും വെച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആഭരണങ്ങൾ കവരുന്നതും ഇവരടങ്ങുന്ന സംഘത്തിന്റെ രീതിയാണ്. ബത്തേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. തീ കൊണ്ട് കളിക്കരുതെന്ന് പണ്ട് മുതലേ മുതിർന്നവർ പറയാറുള്ള കാര്യമാണ്. തീ കൊണ്ടുള്ള കളി വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. ഒരു കാലത്ത് യുവാക്കൾക്കിടയിൽ ഹരമായിരുന്ന ഫയർ ഡാൻസിങ്ങിനെ ഒട്ടേറെ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം നിലമ്പൂരിലുണ്ടായത്. നിലമ്പൂരിൽ ഫയർ ഡാൻസിനിടെ യുവാവിന് പൊള്ളലേറ്റു. തമ്പോളം ഡാൻസ് ടീമിലെ സജിക്കാണ് പരിക്കേറ്റത്. വായിൽ മണ്ണെണ്ണ ഒഴിച്ച് ഉയർത്തിപ്പിടിച്ച തീയിലേക്ക് മണ്ണെണ്ണ തുപ്പുമ്പോഴായിരുന്നു അപകടം. യുവാവിൻ്റെ മുഖത്തും ദേഹത്തും സാരമായി പൊള്ളലേറ്റു. നിലമ്പൂർ നഗരസഭയും വ്യാപാരികളും ചേർന്ന് നടത്തുന്ന നിലമ്പൂർ പാട്ടുത്സവത്തിലാണ് അപകടമുണ്ടായത്. തമ്പോളം ഡാൻസ് ടീമിലെ 29-കാരനായ സജിക്കാണ് ഫയർ ഡാൻസിനിടെ പൊള്ളലേറ്റത്. വായിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിലേക്ക് തുപ്പുമ്പോഴായിരുന്നു അപകടം. യുവാവിന്റെ മുഖത്തും ശരീരത്തിലും സാരമായി പരിക്കേറ്റു. തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണ്. രാത്രി 10 മണിവരെ മാത്രമായിരുന്നു പരിപാടി അവതരിപ്പിക്കാൻ പോലീസ് അനുവദിച്ചത്. എന്നാൽ 10:50-നാണ് സംഭവം നടന്നത്. നാട്ടുകാർ വേഗമിടപെട്ട് തീ അണയ്ക്കുകയും സജിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. കാര്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ സ്വീകരിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഫയർഫോഴ്സിന്റെ സാന്നിധ്യമടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ബോളിവുഡ് നടിമാർക്ക് പിന്നാലെ ഡീഫേക്ക് വീഡിയോയുടെ ഇരയായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും. ഒരു ഗെയിമിംഗ് ആപ്പിൻ്റെ പേരിലാണ് സച്ചിൻ്റെ ഡീഫേക്ക് വീഡിയോ പ്രചരിക്കുന്നത്. സച്ചിൻ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ
ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. मेरी बेटी इस समय यह गेम खेल रही है जिसके बारे में हर कोई बात कर रहा है, एविएटर। वह स्काईवर्ड एविएटर क्वेस्ट ऐप खेलकर हर दिन 180,000 रुपये निकालती है। मुझे कभी कभी आश्चर्य होता है कि अब अच्छा पैसा कमाना कितना आसान हो गया है। और सबसे दिलचस्प बात यह है कि यह एप्लीकेशन बिल्कुल मुफ्त है, कोई भी आईफोन मालिक इसे डाउनलोड कर सकता है। ഒരു ഓൺലൈൻ ഗെയിമിനെ സച്ചിൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഈ ഗെയിമിലൂടെ മകൾ സാറ ദിവസേന 1.8 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെന്നു സച്ചിൻ പറയുന്നതായി വീഡിയോയിലുണ്ട്. मेरी बेटी इस समय यह गेम खेल रही है जिसके बारे में हर कोई बात कर रहा है, एविएटर। वह स्काईवर्ड एविएटर क्वेस्ट ऐप खेलकर हर दिन 180,000 रुपये निकालती है। തന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന മുന്നറിയിപ്പ് സന്ദേശം സച്ചിൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് പങ്കുവച്ചത്. വീഡിയോയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നതിൽ ദുഃഖമുണ്ട്. ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ നടപടി വേണമെന്നും സച്ചിൻ ആവശ്യപ്പെട്ടു. AI-യുടെ വിവിധ സങ്കേതങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ്. നടിമാരായ രശ്മിക മന്ദാന, കത്രീന കൈഫ്, ആലിയ ഭട്ട്, പ്രിയങ്ക ചോപ്ര, കാജോൾ തുടങ്ങിയവരുടെ ഡീപ് ഫേക്ക് വീഡിയോകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. രശ്മികയുടെ പരാതിയിൽ വീഡിയോ പ്രചരിപ്പിച്ച ചിലരെ കണ്ടെത്താനായെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവ് തോട്ടിൽ മരിച്ച നിലയിൽ. മാർന്നല്ലൂർ കോട്ടമുകൾ സ്വദേശി കിരണാണ് മരിച്ചത്. എറണാകുളത്ത് നഞ്ചുപയോഗിച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പള്ളിപ്പുറം ചെറായി എനിക്കാട്ട് വീട്ടിൽ ധീരജിനെയാണ് മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറായി ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്യാംമോഹനെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസറും ഫീൽഡ് അസിസ്റ്റന്റും പിടിയിൽ. തെക്കുംകര വില്ലേജ് ഓഫീസർ സാദിഖ്, താൽക്കാലിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ ഹാരിസ് എന്നിവരാണ് പിടിയിലായത്. സ്ഥലം തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് 3500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അറസ്റ്റ്. കോഴിക്കോട് 12 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. പന്തീരങ്കാവ് സ്വദേശി ഷമീർ, പെരുവയൽ സ്വദേശി ഹർഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വയനാട് തലപ്പുഴയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തി വന്നയാൾ എക്സൈസിന്റെ പിടിയിൽ. തലപ്പുഴ തിണ്ടുമൽ സ്വദേശി ജോജി ജോണിനെയാണ് 3 ലിറ്ററിലധികം മദ്യവുമായി മാനന്തവാടി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. വയനാട് മുള്ളൻകൊല്ലി കരിങ്കൽ ക്വാറിയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിപ്പൂട് കോളനിയിലെ ബിജുവാണ് മരിച്ചത്. പാലക്കാട് കുമാരനെല്ലൂരിൽ ഒരു യുവാവ് കഞ്ചാവ് ലഹരിയിൽ റോഡിൽ അഴിഞ്ഞാടിയ കാഴ്ചയിലേക്കാണിനി. കുമാരനെല്ലൂരിലെ വ്യാപാര സ്ഥാപനത്തിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ യുവാവ് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്നായിരുന്നു സംഭവം. പെൺകുട്ടി അലറി വിളിച്ചതോടെ വ്യാപാരികളും നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടു. അസഭ്യം പറഞ്ഞ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് യുവാവിനെ നാട്ടുകാർ പിടികൂടിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി. യുവാവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തിനെയും ആംബുലൻസിൽ കയറ്റി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.